എൻ്റെ പേര് പ്രസീത. ഞാൻ വരുന്നത് അകത്തേത്തറ പാലക്കാട് നിന്നാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എം.കോം കഴിഞ്ഞതാണ്. ഞാൻ എജു ഹോമിൽ എൻ്റെ PG കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യണത്. എൻ്റെ അച്ഛനാണ് എജു ഹോം പാലക്കാടിലൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ ചേരണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റാഫ്സിനെ മീറ്റ് ചെയ്തു. അവരെനിക്ക് ഫുൾ ബാങ്കിങ് എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ വന്നതും ഫൗണ്ടേഷൻ ക്ലാസ്സിലാണ് ഇരുന്നത്. സ്പീഡ് ടെസ്റ്റും ഫൗണ്ടേഷൻ ക്ലാസ്സും കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രീ എക്സാമിനേഷൻ ബാച്ച് ഉണ്ട്. അതിനുശേഷം മെയിൻ എക്സാമിനേഷൻ ബാച്ചിൽ ഇരിക്കാം. അങ്ങനെ വിനോദ് സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ടൈം ഇരിക്കുന്നത് കോൺസ് പഠിക്കാനാണ്. ഫസ്റ്റ് ടൈം എനിക്ക് കോൺസ് കുറച്ച് വീക്കാണ്. അത് കാരണം സാറിൻ്റെ ക്ലാസ്സിൽ എനിക്ക് വളരെ സിമ്പിളായിട്ട് മാത്സ് ചെയ്യാൻ പറ്റി. എക്സും വൈയും ഇട്ടിട്ട് 1 പേജ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന മാത്സ് എനിക്ക് വളരെ കുറച്ച് സമയത്ത് ചെയ്യാനായിട്ടുള്ള ട്രിക്സ് എനിക്ക് പഠിപ്പിച്ചു തന്നു. അതിനുശേഷം ഞാൻ എൻ്റെ റീസണിങ്ങും ഇംഗ്ലീഷും കുറച്ചും കൂടി സ്ട്രോങ് ആക്കി. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ റീഡിങ് ഹാബിറ്റ് എനിക്കിവിടെ എജു ഹോമിൽ നിന്നാണ് വന്നത്. ന്യൂസ് പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ന്യൂസസ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്തു. അതിനുശേഷം ഇപ്പം ഞാൻ സെലക്ട് ആയിരിക്കുന്നത് IDBI ജാം എന്നുള്ള പോസ്റ്റിനാണ്. ഒരുപാട് എക്സാംസ് ട്രൈ ചെയ്തെങ്കിലും എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് IDBI ജാം എന്നുള്ള പോസ്റ്റാണ്. ഇതിലേക്ക് വരാനായിട്ട് സാറുടെ ഹെൽപ്പ് എനിക്ക് ഫുൾ ഉണ്ടായിരുന്നു. ബിക്കോസ് ഫസ്റ്റ് നമ്മൾ റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം ഇൻ്റർവ്യൂ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തത് സാറാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് പ്രസൻറ്റ് ചെയ്യണം അത് നമ്മളെ പോളിഷ് ചെയ്തെടുത്തത് സാറാണ്. അതുകൂടാതെ ഇൻ്റർവ്യൂവിന് പോണ സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെ നമ്മളെ പ്രസൻറ്റ് ചെയ്യണം, ആ ടെൻഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ മോക്ക് ഇൻ്റർവ്യൂസ് വഴി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു എജു ഹോം.